അതെങ്ങനെയാണ് വിശ്വാസം നഷ്ടപ്പെടാൻ അങ്ങനെ ജീവിക്കും? എനിക്ക് മനുഷ്യരുടെ ഊർജം അത് എന്നിൽ ജീവിപ്പിക്കണ്ടേ ഞാൻ? ലൈഫ് ഈസ് ഓൺലി ഡെത്ത്. മരണം മാത്രമേ ഉള്ളൂ ശരിക്കും യാഥാർത്ഥ്യം. ബാക്കിയൊന്നും ഒക്കെ മായയാണ്. ഞാൻ ഈശ്വരനെയൊക്കെ കൃഷ്ണനെയൊക്കെ ഇവരൊക്കെ പിടിച്ച് കുറച്ച് തറഞ്ഞിട്ടുണ്ട്. വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന വിശ്വാസം നഷ്ടപ്പെട്ടില്ല. മനുഷ്യ അതെനിക്ക് എൻ്റെ മകനൊക്കെ ഇപ്പോഴും മനസ്സിൽ വലിയ വിഷമമാണ് അവരുടെ ആ കമൻറ്റ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ മോള് ചിരിക്കുക. ഞാൻ എന്താ നീ ചിരിക്കണം? ഇറ്റ്സ് ഓൾ ഡെസ്റ്റിനി അമ്മ. ഇഫ് ഇറ്റ് ഈസ് ഫോർ യു ഇറ്റ്സ് ഫോർ യു, ഇറ്റ്സ് ഫോർ മീ ഇറ്റ്സ് ഫോർ മീ. അവൾ പറഞ്ഞ അതന്നെ. ഷി വാസ് വെരി ചൈൽഡിഷ്. അവളെ ഡാൻസ് വളരെ സീരിയസ് ആയിട്ട് പഠിച്ചു. 9 വയസ്സിൽ അരങ്ങേറ്റം ചെയ്തു. അത് കഴിഞ്ഞ് സ്പോൺസർഡ് പ്രോഗ്രാം അന്നേ വരാൻ തുടങ്ങി. നീ ഒന്നും അഭിനയിക്കണ്ട, നീ ബിഹേവ് ചെയ്താൽ മതി. ഞാൻ പറയും അതുപോലെ നീ ബിഹേവ് ചെയ്യും, നീ ഒന്നും അഭിനയിക്കണ്ട. അപ്പം എന്നാൽ ശരി. ഇപ്പോഴും എൻ്റെ മകനോട് ഞാൻ അങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കും പല കാര്യങ്ങൾ. ഞാൻ ഇടയ്ക്ക് ചോദിക്കും, നീ എൻ്റെ അച്ഛനോ എൻ്റെ മകനോ? കാരണം എനിക്ക് അവൻ്റെ ഉപദേശം കേൾക്കാണ്ട് എനിക്ക് പറ്റില്ല. അവനോട് കൺസൾട്ട് ചെയ്യണം എനിക്ക് ഇപ്പോൾ. ഇത് മാത്രമല്ല, അവള് ഭയങ്കര ക്ലവറാണ്. അതിനേക്കാളും മെച്ചോറിറ്റി മനസ്സിൽ. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹലോ ആൻഡ് വെൽക്കം ടു ഗെറ്റ് സെറ്റ് ടോക്ക് വിത്ത് സൗമ്യ. ഇന്ന് എന്നോടൊപ്പം അഭിനേത്രി, നർത്തകി, മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത അനശ്വര നായിക മോനിഷ ചേച്ചിയുടെ അമ്മ ശ്രീമതി ശ്രീദേവി ഉണ്ണി. നമസ്കാരം. അമ്മയെന്ന് വിളിക്കണോ ആന്റിന്ന് വിളിക്കണോ? എനിക്ക് ഏറ്റവും ഇഷ്ടം അമ്മ എന്നുള്ള വിളിയാണ്, യാതൊരു സംശയമില്ല. അമ്മനെ കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷം. അമ്മയുടെ ഇന്റർവ്യൂ എടുക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ പ്ലാൻ ചെയ്തു എന്തായാലും നന്നായിട്ടൊന്ന് സാരി കൊടുത്ത് ഒരുങ്ങി വരാമെന്ന് എനിക്കും തോന്നി. കാരണം അമ്മേനെ വളരെ സുന്ദരിയായിട്ട് എപ്പോഴും നല്ല സാരിയൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടേ കണ്ടിട്ടുള്ളൂ ഇതുവരെ. ആ വേഷത്തിലൊക്കെ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും. അല്ല, എനിക്ക് സാരിയൊക്കെ മാത്രമേ ചേരുള്ളൂ എന്നുള്ളത് തോന്നൽ എനിക്കുണ്ട്. എനിക്ക് മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടാലും അതൊരു കാഷ്വലായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാനൊക്കെ സൗകര്യത്തിന് മാത്രം ഉപയോഗിക്കുന്നത്. അല്ലാതെ എനിക്കും ഇഷ്ടം സാരി തന്നെയാണ്. സാരിയാണല്ലോ നമ്മളുടെ ഞങ്ങളുടെ ജനറേഷൻ. ഈവൻ ഞാൻ മോഹിനിയാട്ടം പഠിച്ചിരുന്നപ്പോൾ പോലും നമ്മൾ ഭരതനാട്യത്തിന്റെ സ്റ്റൈലിലുള്ള മുടികെട്ടലാണ് ആദ്യമൊക്കെ കെട്ടിയിരുന്നത്. പിന്നീടാണ് ട്രിവാൻഡ്രത്ത് ഞാൻ നൂപുരാന്റെ ഡാൻസ് അക്കാഡമിയിലാണ് പഠിച്ചിരുന്നത്. അപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ ഫോളോ ചെയ്തിരുന്ന സ്റ്റൈല് ഈ കലാക്ഷേത്രയുടെ ഒരു ഇൻഫ്ലുവൻസോട് കൂടിയുള്ള ഒരു സ്റ്റൈലായിരുന്നു. അല്ല, അത് ഇവിടെ കേരളത്തിൽ നമ്മുടെ കല്യാണികുട്ടിയമ്മൻ ടീച്ചറുടെ സ്റ്റൈൽ അങ്ങനെയല്ലേ? പിന്നീടാ മാറ്റി ഇതിലേക്കാണോ അതിന് മുമ്പാണോ അറിയില്ല. ചിന്നമ്മയൊക്കെ ഇവിടെ കെട്ടിക്കണാറ്. കാരണം ചിന്നമ്മ എൻ്റെ മദറിൻലാൻ്റെ വലിയ ഫ്രണ്ടായിരുന്നു. അവർ ഷൊർണൂർ, എൻ്റെ ഹസ്ബൻഡ് ഷൊർണൂരല്ലേ ചെറുത്. അപ്പം അന്ന് ഞാൻ കണ്ടിരിക്കുന്നതൊക്കെ ഈ മോഹിനിയാട്ടം ഇവിടെ കെട്ടിയത് രവിവർമ്മ പെയിൻറ്റിങ്ങിൽ അങ്ങനെ കണ്ടുകൊണ്ടാൻ കൂടി ആയിരിക്കണം. അതിന് പലരും ഗവേഷണം ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ കെട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എനിക്കത് ഇഷ്ടമാണ്. കാരണം എന്താ പറയുക, നമുക്ക് ഒരു യുണീക്കായിട്ട് കാണാൻ വേണ്ടി നമ്മുടെ കുച്ചിപ്പുടിയും ഭരതനാട്യവും നാട്യശാസ്ത്രത്തിൽ ഇതൊക്കെ പറഞ്ഞത് ശരിയാണ്. അവർ പറയണ മാഡം അല്ല കല്യാണിട്ടമ്മ ടീച്ചർ പറഞ്ഞത് ശരിയാണല്ലോ. അത് ഈ ഒരു ഈ നാഗത്തിൻ്റെ മാതിരിയുള്ള മുടി അതിനെ പറ്റിയൊക്കെ പറയണ്ടല്ലോ. അതുപോലെ കിടക്കണം മുടി ഡാൻസിന്. അപ്പം അത് നമ്മൾ കണ്ടിരിക്കുന്ന അധികം തമിഴരെടുത്ത തെലുങ്കരെടുത്തായതാണ്. അതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു പ്രജുഡിസ് ഇതിങ്ങനെ ഉണ്ടാവണം. പിന്നെ അതാണ് മറ്റുള്ളവർക്ക് ഇഷ്ടം. ഇപ്പം ഞാൻ അന്യനാട്ടുകാരിയല്ലേ, 50 കൊല്ലമായിട്ട് അന്യനാട്ടിലല്ലേ. മോഹിനിയാട്ടത്തിന് മുടിക്കെട്ട് പറയുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ ആൾക്കാർക്ക്. അതിങ്ങനെ അവർ ചോദിച്ചു. എന്നിട്ട് അവിടുത്തെ കർണാടക ഗുരുനാഥന്മാർ ചോദിച്ചു, ഇത്രയും മുല്ലപ്പൂ ശരിക്കുള്ള മുല്ലപ്പൂ കിട്ടണത് എന്തിനാ നിങ്ങൾ ഈ കടലാസ് പൂ തല വെച്ചിരിക്കുന്നത്? സത്യം. അതുകൊണ്ട് ഇഷ്ടമല്ല അവർക്ക്, ഒത്തൻറ്റിസിറ്റിക്ക് വേണം. അപ്പോൾ ഞങ്ങളൊക്കെ വെറും മുല്ല കാക്കട മുല്ല വാങ്ങിയിട്ട് വെക്കും. ഒറിജിനൽ മതി. എന്തിനാ നിങ്ങൾ കടലാസ് പൂ തലയെ കൊണ്ടുവയ്ക്കണത്? എന്നോട് ചോദിച്ചു എൻ്റെ കന്നഡ. അവർക്ക് അത്രയും നമ്മുടെ കേരളത്തിൻ്റെ സെറീനിറ്റി അത്ര ഇഷ്ടം. അതേമാതിരി തന്നെ ഒരുപാട് കളറിലുള്ള ബ്ലൗസുകളൊക്കെ ഉണ്ട് പണ്ട്. അത്ര പച്ച, ഒന്നുകിൽ പച്ച മാക്സിമം, ചിലപ്പോൾ എങ്ങാനും. എന്നാലും റെഡ് കുറവായിരുന്നു. കാരണം ഫ്ലാഷി ആക്കാറില്ല നമ്മൾ.
കുറച്ചുകൂടെ സട്ടിലാണ് നമ്മുടെ ഡ്രസ്സ്. ഷട്ടിൽ പച്ച ഒരു വലിയ എനിക്കതെന്താ അറിയില്ല. ഇനി ഈ പച്ച ഈ അതിന്റെ കേരളത്തിന്റെ ആ പച്ച അത് തന്നെ അതുകൊണ്ടായിരുന്നു നല്ല ഭംഗിയാ കസവും വെച്ചിട്ട്. പിന്നെ ആദ്യം ഞാനൊന്നും ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ തുന്നിച്ചതൊന്നുമില്ല. ഞാൻ തന്നെ തുന്നിയതാ. പിന്നെ ഞാൻ കോസ്റ്റ്യൂമൊക്കെ തുന്നുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല എനിക്ക് ടോട്ടൽ പ്രാന്താണ് ഈ അതിനോട് അത്രയും ക്രേസാണ്. ഭയങ്കര ക്രേസായിരുന്നു. വലിയ ഇഷ്ടമായിരുന്നു ഡാൻസ്. അങ്ങനെയാണ് മോനിഷ 6 വയസ്സിൽ ഡാൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. പിന്നെ അവൾ അരങ്ങേറ്റം നടത്തി. പിന്നെ എനിക്ക് സ്വപ്നമയമായിരുന്നു. ഇപ്പം മോനിഷ ചേച്ചി പറയാ കലാതിലകമായിട്ടാണ്. കലാതിലകൊന്നും മോനിഷ ബാംഗ്ലൂരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. വിനീതേട്ടനൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അതൊക്കെ വേറെ. വിനീത് ബാംഗ്ലൂർ ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ കേരള. മോനിഷ ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ ബാംഗ്ലൂർ കർണാടക പഠിച്ചിരിക്കുന്നത്. അവിടുത്തെ പത്മിനി പ്രിയദർശിനി പറഞ്ഞിട്ടുള്ള പണ്ട് അവര് മരിച്ചുപോയി. അവര് ആക്ട്രസ് ആയിരുന്നല്ലോ. അവരുടെ ഭരതനാട്യം തുടങ്ങിയിട്ട് 9 വയസ്സിൽ ചെയ്തത്. പിന്നെ അടയാർ ലക്ഷ്മൺ സാറിൻ്റെ അടുത്ത് പഠിച്ച്. മോനിഷ കേരളത്തിൽ പഠിച്ചിട്ടില്ല, സ്കൂളും കൂടി പഠിച്ചിട്ടില്ല, കലാതിലകൊന്നും ആയിട്ടില്ല. അല്ല അന്നത്തെ കാലത്ത് അവിടെ ബാംഗ്ലൂരിൽ അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ദീപിക ചിൽഡ്രൻസ് ലീഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാ കൊല്ലം കുട്ടികളുടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും എല്ലാ സ്കൂൾസിൻ്റെ. അതിൽ 5 വർഷം അവൾ തന്നെ ആയിരുന്നു ഫസ്റ്റ് കിട്ടുന്നത്. അപ്പം മോനിഷ വരുമ്പോഴേക്കും മറ്റേ കുട്ടികളെ മുഖമൊക്കെ വാടും. വന്നു കഴിഞ്ഞാൽ അറിയാം അവക്കാണ് കിട്ടുക. അപ്പോൾ അവളത് മനസ്സിലാക്കി. 5 വർഷം കഴിഞ്ഞ് ഞാൻ ഐ വിൽ നോട്ട് കമ്പീറ്റ് എനി മോർ അമ്മ. ഞാൻ പറഞ്ഞു വേണ്ട. അവർ പാവം, അവരൊക്കെ ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവരുടെ മുഖമൊക്കെ ഇങ്ങനെ വാടും. എനിക്കതൊന്നും കാണാൻ പറ്റില്ല. ഞാൻ ഏതായാലും പ്രൊഫഷണൽ സ്റ്റേജിലേക്ക് പോവും. അതുകൊണ്ട് അവരുടെ കൂടെ ഇനി ഞാൻ ചെയ്യാൻ പാടില്ല. എന്നിട്ട് അവിടുത്തെ ഫാദേഴ്സൊക്കെ വിളിച്ചു പറഞ്ഞു മോനിഷ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ എങ്കിലും ചെയ്യണം പറഞ്ഞിട്ട് അവളെ പ്രോഗ്രാമായിട്ട് ചെയ്യിപ്പിച്ചു. ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ്. അപ്പോൾ അവൾ അത്ര നന്നായി ഡാൻസ് ചെയ്യുന്നു. പിന്നെ അത് കമലദളം കിട്ടിയപ്പോഴാണ് അവൾക്ക് ഏറ്റവും സന്തോഷം. ഡാൻസറായി തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു അത്. എനിക്ക് അതിലേക്ക് എത്തുന്നതിന് മുന്നേ മോനിഷ ചേച്ചിയുടെ സിനിമയിലേക്കുള്ള വരവിനെ കുറിച്ച്, കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ സിനിമയിൽ തന്നെ നാഷണൽ അവാർഡ് കിട്ടുക, അതും 14 വയസ്സിലാണ് നക്ഷത്രങ്ങൾ അവളെ അത്രയും ചെറിയ പ്രായത്തില് അത്രയും വലിയ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു, അവാർഡ് കിട്ടുന്നു. അപ്പൊ ആ സിനിമയിലേക്കുള്ള വരവ്, അതും വലിയ നമ്മളൊക്കെ സ്വപ്നം കാണുന്ന പോലത്തെ ഒരു ടീം, MT സാറും ഹരിഹരൻ സാറും. അതെന്റെ വലിയ സ്വപ്നമായിരുന്നു. ആണോ? പിന്നെ എനിക്ക് ആണെന്നായിരുന്നല്ലേ കുട്ടിക്കാലം മുതൽക്ക്. എനിക്ക് സിനിമയിൽ കയറാൻ വേണ്ടി ഞാൻ അമ്മയോട് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്. AVM സ്റ്റുഡിയോക്കാർ ചോദിച്ചതാ. മദ്രാസിൽ ഞങ്ങൾ ട്രിപ്പ് പോയപ്പോൾ AVM സ്റ്റുഡിയോ കാണാൻ കൊണ്ടേ. അപ്പോൾ അവർ വന്ന് ചേച്ചീനെ എന്നെയും ചോദിച്ചിട്ട് അവർ പറഞ്ഞു 2 കൊല്ലത്തിന് നമ്മൾ എഴുതി കൊടുക്കണം കുട്ടികളെ. പിന്നെ 2 കൊല്ലത്തിന് നമുക്ക് കാണാൻ കൂടി പറ്റില്ല. തമിഴ് അവിടെ 2 years ആണ് ഒരു ഷൂട്ട് നടക്കുന്നത്. അവിടെ ഒരു സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത്രയും ടൈം എടുക്കും. അപ്പൊ ഞാനാണെങ്കിൽ ഇത് അധികം പ്രായമൊന്നുമല്ല, ഒരു 10-12 വയസ്സുള്ളൂ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എന്നെ ഒന്ന് വിടുമോ. കുറേ ചോദിച്ചു, കരഞ്ഞു, ബഹളം കൂട്ടി. അമ്മ പറഞ്ഞു വിടില്ല പറഞ്ഞു. സജു അമ്മ പറഞ്ഞു എന്താ നീ പറയണത്, നിന്നെ മദ്രാസിൽ സിനിമയ്ക്ക് വിടാനോ? അത് നമ്മുടെ നാട്ടിൽ ആലോചിച്ച് കോഴിക്കോട് ഇന്നത്തെ കാലത്ത് പോലും പ്രശ്നമല്ല. അന്ന് പിന്നെ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ. ഇന്നിപ്പോൾ എല്ലാവരും അറിയാം, സംസാരിക്കാനൊക്കെ അറിയില്ല. വന്നാൽ ചെറിയ പെമ്പിള്ളേരല്ലേ, അവർ നേരെ അങ്ങോട്ട് പുറത്തേക്ക് ഇടാൻ അവർ തയ്യാറില്ല. പ്രൊട്ടക്റ്റഡ് ലൈഫിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇടാൻ കൊള്ളില്ല. അവര് വസ്ത്രം കൊള്ളില്ല. അതാണ് പണ്ടത്തെ കുട്ടികൾ. എക്സ്പോഷർ കിട്ടാണ്ട് ഇങ്ങനെ അറിയില്ലല്ലോ, എല്ലാവരും വിശ്വസിക്കും. അങ്ങനെയുള്ള ഒരു ഇന്നസെൻസ് ആണല്ലോ അന്ന് ഉണ്ടായത്. കാരണം അറിയില്ല, അപകടങ്ങളെ പറ്റി അറിയാത്തൊരു കാലം, പുറം ലോകത്തിൻ്റെതായ പ്രശ്നങ്ങളൊന്നും. അപ്പോൾ എന്നെ വിളിച്ചു അടിച്ചാൽ ഞാൻ അമ്മ എന്നെ ഒന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോടൊരു വാക്ക് പറഞ്ഞു. കുറേ ശല്യം സഹിക്കാനുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സിനിമയിൽ പോകണം, എനിക്ക് സിനിമയിൽ പോകണം. ഞാൻ പിന്നെ സിനിമയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം. സിനിമ ഭ്രാന്താ എനിക്ക്. അപ്പോൾ അധികം കാണാൻ അപ്പോഴും ഹിന്ദി സിനിമകളാണ്. മലയാളം കാണും. മലയാളത്തിൽ ഇങ്ങനെ അത്രക്ക് സിനിമകളല്ലേ കാണും. ഹിന്ദിയിലാകുമ്പോൾ കുറേ ഗ്ലാമറൊക്കെ ഭയങ്കര ഗ്ലാമറല്ലോ. റിയലിസ്റ്റിക് സാധനങ്ങളാണല്ലോ. ആണ്. പക്ഷെ അന്നത്തെ റിയലിസ്റ്റിക് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം വളരെ കുറച്ച് സിനിമകളല്ലേ കാണുന്നത്. പിന്നെ ഇത് ഭയങ്കര രസമാണ്. പാട്ട്, പിന്നെ കാശ്മീരൊക്കെ ഷൂട്ട് ചെയ്യുക അവര്. നല്ല സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ ഭയങ്കര ക്രേസായിരുന്നു എനിക്ക്. അപ്പോൾ അമ്മ എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു, നീ വലിയ കുട്ടിയായിട്ട് നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നിനക്കൊരു പെൺകുട്ടി ഉണ്ടായിട്ട് നീ സിനിമയെ പറഞ്ഞയക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ.
ആഹാ. ആ അങ്ങനെ ചോദിച്ചു അമ്മനോട് വലിയൊരു അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ അവിടെ സിനിമ കയറി ഞാൻ മെല്ലെ ചെന്ന് അമ്മ അങ്ങനെ സിനിമയുടെ കാര്യം അമാസേട്ടനും അങ്ങനെയുള്ള ഓരോ വരവ് ഇതിലേക്ക്. അപ്പോൾ എൻ്റെ അമ്മ പറയണേ, അപ്പം എൻ്റെ ഹസ്ബൻഡ് കുട്ടൻ എന്നാണ് വിളിക്കുക. അപ്പം അമ്മ കുട്ടൻ എന്തെങ്കിലും തീർച്ചയാക്കിയാൽ അത് ശരിയായിരിക്കും. എനിക്കല്ല ക്രെഡിറ്റ്, അവളച്ഛനല്ലേ മരുമകനല്ലേ, അവളച്ഛനല്ലേ, അച്ഛൻ തീർച്ചയാക്കും മകളെ എങ്ങനെയാ വേണ്ടത്. അതുകൊണ്ട് കുട്ടൻ നിശ്ചയം എപ്പോഴും ശരിയാ, ക്രെഡിറ്റ് നമുക്കൊന്നുമില്ലല്ലേ. അതല്ല. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച് ഞാൻ മനസ്സിൽ പറയാൻ ധൈര്യമില്ല അമ്മേനോട്. അമ്മ പറഞ്ഞില്ല എനിക്കൊരു പെൺകുട്ടി ഉണ്ടായ അന്ന് പറഞ്ഞത് എനിക്ക് 14 വയസ്സുള്ള അമ്മനോട് പറഞ്ഞാ നിനക്കൊരു പെൺകുട്ടി ഉണ്ടായിട്ട് നീ സിനിമയിൽ അഭിനയിപ്പിക്കുമോ, ഞാനൊന്ന് കാണട്ടെ. അതിപ്പോഴും മനസ്സിലുണ്ടായിരുന്നു ആ സമയത്ത്. അത് എനിക്ക് ഞാൻ സിനിമ ഭ്രാന്തല്ലേ, ഉള്ളിൽ അഭിനയമല്ല എൻ്റെ ഭ്രാന്ത് മുഴുവൻ. പക്ഷേ ബാക്കി എല്ലാത്തിലും ഉണ്ടാവുള്ളൂ, ഡ്രാമയിലും ഡാൻസിലും ഒക്കെ അഭിനയം, സ്കിറ്റ് എല്ലാത്തിലും ഉണ്ടാവും കേട്ടോ, മോണോ ആക്ട് എല്ലാത്തിനും ഞാൻ ഉണ്ടാവും. അന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും കാണിച്ചു അല്ലേ, പ്രവർത്തിച്ചു കാണിച്ചു. അതൊക്കെ അമ്മയ്ക്ക് സന്തോഷം. എലക്യൂഷൻ കോമ്പറ്റീഷൻ, റെസിറ്റേഷൻ കോമ്പറ്റീഷൻ, എല്ലാം മോണോ ആക്ട് എല്ലാത്തിനും സ്റ്റേജിൻ്റെ മുകളിൽ VM ഗേൾസ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എല്ലാ കോമ്പറ്റീഷനും റെഡി, ഡാൻസ് ഡ്രാമയ്ക്ക് റെഡി, മെയിൻ ക്യാരക്ടർ ഞാൻ. ഭയങ്കര രസമായിരുന്നു ആ കാലമൊക്കെ. പെർഫോമൻസ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല, സിനിമ പോലത്തെ ഒരു അറിയാത്തൊരു ആ കാലത്ത് നമ്മളെ സിനിമയ്ക്ക് അങ്ങനെ മദ്രാസിലല്ലേ സിനിമ മുഴുവൻ. പിന്നെ ആ കാലത്ത് ആകെക്കൂടി ഞാൻ അറിയണത് ഏറ്റവും ഭ്രമമുള്ള ആളുകൾ ഈ വൈജയന്തിമാലയും പത്മിനി, ലളിത പത്മിനി രാഗിണി. അയ്യോ, ഞാൻ അത് കുറേ ഞാൻ എഴുതുമ്പോൾ മനുഷ്യൻ്റെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അതിനിപ്പോൾ റിലീസ് വരാൻ പോകണം. അതിൽ ഞാനിത് എഴുതിയിട്ടുണ്ട്. പത്മിനിയോടൊക്കെ ഉള്ള എൻ്റെ ക്രേസൊക്കെ, അയ്യോ എനിക്ക് ഭയങ്കര മോഹമായിരുന്നു അവരെ മാതിരി ആവാൻ. ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ ഏതെങ്കിലും പേരൻസ് അവരെ മക്കളെ കഷ്ടപ്പെട്ട് ഒരുപാട്, ഇപ്പോൾ സ്പോർട്സുകാരാക്കുകയാണെങ്കിലും അതെ, ആർട്ടിസ്റ്റ് ആക്കുകയാണെങ്കിലും അതെ, പക്ഷെ ഈ പാരൻസ് ചെയ്യുന്നതൊക്കെ ഇവർക്ക് പൂർത്തിയാക്കാൻ പറ്റാത്തവരുടെ ആഗ്രഹമാണ് എന്ന് കേട്ടിട്ടുണ്ട്. അത് കറക്റ്റ് തന്നെയാണല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മുൻഷി ചേച്ചിയുടെ ആഗ്രഹം മുഴുവൻ മനുഷ്യർ കൂടെ കിട്ടിയില്ലേ, എനിക്ക് എന്താ പിന്നെ വേണ്ട. അവിടെ അബദ്ധാണ് എനിക്ക്. ഞാൻ എപ്പോഴും അതാണ് എൻ്റെ എപ്പോഴും ഞാൻ വയ്ക്കുക, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടത്തി ഞാനത് അറിയാതെ പറഞ്ഞു പോയി. ആ കണ്ടന്റ്, അതാണ് അബദ്ധം. നമുക്ക് മനുഷ്യനെ എപ്പോൾ മനസ്സിൽ കണ്ടന്റ് എന്നുള്ള ഫീലിംഗ് വരരുത്. അപ്പം നമ്മളെ എന്തോ ഒരു ഓൾമൈറ്റി, ഏതോ ഒരു അൺസീൻ പവർ സ്റ്റാമ്പ് ചെയ്യും. എന്നും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിലേക്കുള്ളൊരു യാത്രയിലായിരിക്കണം അല്ലേ. നമ്മൾ കണ്ടന്റ്. ഞാൻ മോളെ കാര്യത്തിൽ ഭയങ്കര തൃപ്തിയായി. പറയുമായിരുന്നു അങ്ങനെ? ഞാൻ പറയുമായിരുന്നു, നമ്മൾ പറയും. ഐ വാസ് ഹെർ ഫാൻ. ഞാൻ അവളുടെ പിന്നാലെ നിന്നിട്ട് എവിടെ നിൽക്കുമ്പോഴും ഞാൻ ക്ലിക്ക് ചെയ്യും ഫോട്ടോ. മറ്റേ എൻ്റെ ക്യാമറയാണ്, എന്നിട്ട് ഡെവലപ്പ് ചെയ്ത് വെക്കും. ആ ഫോട്ടോസൊക്കെ എൻ്റെ ഇപ്പോഴും കിടക്കാം. അപ്പം അമ്മ എന്നെ ചിലപ്പോഴെങ്കിലും ഒന്ന് വെറുതെ വിടണേ. യൂണിഫോം ഇട്ട് സ്കൂളിൽ പോകുമ്പോൾ എടുക്കും, ബാഗ് എടുത്തിട്ട് ഫോട്ടോ എടുക്കും. അവൾ ഡ്രസ്സ് ചെയ്യുക, ലിപ്സ്റ്റിക് എടുക്കാൻ അവൾ ഫോട്ടോ എടുക്കും. ഇങ്ങനെ പിന്നാലെ ഒരു ഭ്രമമായിരുന്നു എനിക്ക് മോള്. അപ്പം ഞാൻ വെച്ച് 20-21 കൊല്ലം കൊണ്ട് എനിക്ക് എന്തൊക്കെ ജീവിതത്തിൽ സാധിക്കണോ അതൊക്കെ സാധിപ്പിച്ചു. അങ്ങനെയാണ് സിനിമയിൽ ഉണ്ടായത് മോനിഷ സിനിമ. പിന്നെ വലിയ പെർഫോമറായിരുന്നു. ഒരു 35 കച്ചേരികൾ, സീരിയസ് കച്ചേരികൾ ചെയ്തതാണ്. സാധാരണ കളിയൊന്നുമല്ല, ശരിക്ക് പ്രോപ്പർ തമിഴ്നാട് ഭരതനാട്യം കച്ചേരി. അത് കോൺകോർഡിലൊക്കെ വന്നിരുന്ന സമയമില്ലാണ്ട് നമ്മൾ ഓർക്കസ്ട്ര, ലക്ഷ്മൺ സാറ്, അടയാൻ രാമു സാറ്, അവർക്ക് ഭയങ്കര വലിയ സെറ്റല്ലേ, അവർ നട്ടുവനാരൊക്കെ വന്നിട്ട്. അങ്ങനെ ഞാനങ്ങനെ ബാംഗ്ലൂർ ആയതുകൊണ്ടൊക്കെ നടന്നത് കേട്ടോ. അവിടെയാണ് പിന്നെ ഉണ്ണേട്ടൻ കുറച്ചും കൂടെ നമുക്കൊരു അല്ല, അവിടെ തമിഴ്നാടായിട്ട് ഭയങ്കര കണക്ഷൻ ആണല്ലോ അവിടെ. കൾച്ചറലി ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു അങ്ങനെ അത് ക്ലാസിക്കൽ ലെവലാണ്. അതേമാതിരി സിനിമയ്ക്ക് വന്നിട്ട് സിനിമയിൽ ഡാൻസ് ചെയ്യാൻ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ആദ്യം. സിനിമയുടെ തെലുങ്കൊരു സിനിമയിൽ ഒരു തെലുങ്കൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈയിടെയൊക്കെ യൂട്യൂബിലൊക്കെ ധാരാളമായിട്ടുണ്ട്. മനുഷ്യരാണ് ലോയർ ഭാരതി ദേവി. അതൊരു നല്ല ഞാൻ മിഞ്ഞാന്നൊക്കെ അമ്മ ഇരുന്ന് മുഴുവൻ സമാധാനമായിട്ട് കണ്ടത്. ഫുള്ളി ഡിഫറെൻ്റ് ആണല്ലോ അന്നത്തെ ഡാൻസ് സ്റ്റൈലൊക്കെ. അപ്പോൾ എന്നോട് ഞാൻ ഭരതനാട്യം പഠിച്ചാൽ ഞാൻ എങ്ങനെ എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു ആർട്ടിസ്റ്റ് പറഞ്ഞാൽ എന്തും ചെയ്യണം. ഞാൻ ചെയ്യുമല്ലോ.
ഞാൻ എല്ലാ ഡാൻസും ചെയ്യും, എല്ലാം ഡിസ്കോ വരെ ചെയ്യുന്ന ആളാണ് ഞാൻ. എനിക്കിപ്പോഴും ഒന്നിനും മടിയില്ലല്ലോ. ഞാൻ പറഞ്ഞ ഡാൻസ് കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ ബാരിയർ ഇല്ല കുട്ടി, എല്ലാവരും ചെയ്യണം. ഓക്കെ, ഐ വിൽ ട്രൈ. അങ്ങനെ ഇപ്പോൾ വിനീതിനെ കൂടെ ഡാൻസ് ചെയ്യുമ്പോൾ പറയാറ്, രണ്ടുപേരും ഡാൻസേഴ്സ് അല്ലേ. പക്ഷെ ഇവള് പറയുന്നത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ എടുക്കുക എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അങ്ങനെയൊക്കെ പഠിച്ചിട്ട് പഠിച്ചിട്ട് പിന്നെ ചെയ്തു. പിന്നെ മലയാളത്തിൽ അന്ന് അത്ര ഡാൻസ് കുറവല്ല, വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ സായം സന്ധ്യയിലാണ് മോനിഷ ഒരു നല്ല ഡാൻസ് ചെയ്തത്, താരകരൂപിണി സരസ്വതി എന്ന് പറഞ്ഞിട്ട് സെമി ക്ലാസിക്കൽ. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ചെയ്യുമ്പോൾ എല്ലാം കംഫർട്ടബിൾ ലെവല്, പ്രോപ്പർ ക്ലാസിക്കൽ ആയതുകൊണ്ട് അങ്ങനെ ആദ്യത്തെ ഒരു ക്ലാസിക്കൽ ഡാൻസ് ഞാൻ കണ്ടു. പക്ഷെ എനിക്ക് തന്നെയായിരുന്നു, ഞാൻ സിനിമ അഭിനയിക്കുന്ന മാതിരിയാണ് മോള് ചെയ്യുമ്പോൾ ഞാൻ ടോട്ടലി ഡെഡിക്കേറ്റഡ് ടു ഹർ. ഞാൻ ഇടവും വല്ലതും നോക്കൂല, അത്ര ഇതായിരുന്നു ഞാൻ. അത് അങ്ങനെയാണ് അവള് സിനിമയിലേക്ക് എന്തോ ചോദിക്കണം പറഞ്ഞു. അതെ, സിനിമയിലേക്ക് എത്തുന്ന ആ ഒരു ഡാൻസറിനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് രണ്ടും വേറെ തന്നെ ഒരു രീതിയിലാണ് വർക്കിംഗ് പാറ്റേൺ ഇരിക്കുന്നത്. അപ്പം ഇത് ഇടയ്ക്ക് എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയത്? മനുഷ്യരുടെ കാര്യം വെറും തമാശ. അവള് വെറും അതന്നെ, ഷി വാസ് വെരി ചൈൽഡിഷ്. അവളെ ഡാൻസ് വളരെ സീരിയസ് ആയിട്ട് പഠിച്ചു. 9 വയസ്സിൽ അരങ്ങേറ്റം ചെയ്തു. അത് കഴിഞ്ഞ് സ്പോൺസർഡ് പ്രോഗ്രാം അന്നേ വരാൻ തുടങ്ങി. ആദ്യം ആന്ധ്ര ബാങ്കിൻ്റെ ഒരു കൾച്ചറൽ സൊസൈറ്റിയാണ് അവൾക്ക് അന്ന് സ്പോൺസർ ചെയ്ത. അന്നത്തെ ഒരു ഫുൾ കച്ചേരിക്ക് 600 റുപ്യ. 600 റുപ്യ അത് മതിയായിരുന്നു, ഫുൾ ഓർക്കസ്ട്ര വെച്ചിട്ട്. 600 റുപ്പീസ് അന്ന് വലിയ പൈസ അല്ലേ. അന്ന് ഷി വാസ് വെരി യങ് അല്ലേ, എത്ര വർഷങ്ങൾ മുമ്പേ. അപ്പോൾ പിന്നെ അത് അങ്ങനെ അവൾ പ്രൊഫഷണലിലേക്ക് അപ്പം തന്നെ ആയി. 9 വയസ്സ് കഴിഞ്ഞപ്പോഴേ പ്രൊഫഷണൽ സ്റ്റേജിൽ കയറി. അത് സമയത്താണ് മറ്റേ കോമ്പറ്റീഷൻസൊക്കെ വിട്ടത്. അപ്പോൾ പിന്നെ ഇത് എനിക്ക് വലിയ മോഹമായിരുന്നല്ലോ സിനിമയിലേക്ക്, എപ്പോഴേ സിനിമ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ എന്നിട്ടൊന്നും നടക്കണില്ല. എന്നിട്ട് അവൾ എന്തോ ഒരു ഷോർട്ട് ഫിലിമിലോ ആരോ എന്തോ വിളിച്ചിട്ട് എനിക്ക് ഭയങ്കര ത്രില്ലായിരുന്നു. ചേച്ചിക്ക് ഇഷ്ടമായിരുന്നു അഭിനയിക്കാൻ? സിനിമയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം അമ്മയ്ക്ക് ഉണ്ടായിരുന്ന പോലെ ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ടാവും? അവളൊന്നും അറിയാണ്ടങ്ങനെ വന്ന്, അവളെല്ലാം അപ്പോഴും അഭിനയിക്കണമല്ല സ്റ്റേജിൻ്റെ മുകളിൽ. എൻ്റെ മാതിരി തന്നെ ഈ എന്താ പറയുക, ഫാൻസി ഡ്രസ്സിന് കയറും, മോണാക്ടിന് കയറും. ഞങ്ങളുടെ ക്ലബിലൊക്കെ ഒരു പെർഫോമൻസ്. ഷീ വാസ് എൻ ആർട്ടിസ്റ്റ്, ഷീ ഈസ് എ ബോൺ ആർട്ടിസ്റ്റ്. അത് ഇഷ്ടപ്പെടണമെന്നല്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ MTകളൊക്കെ വിളിച്ചിട്ടുണ്ട് ഹരിനാരൊക്കെ. അപ്പോൾ അവൾക്കറിയാം അമ്മയ്ക്ക് വലിയ ഭ്രാന്താണ് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത്. അവൾ അഭിനയിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് കാണണമെന്ന് മോഹം ഉണ്ടായിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ അവൾ അഭിനയിക്കണം എന്ന് എനിക്ക് മോഹം ഉണ്ടായിരുന്നില്ല. വലിയ കുട്ടിയായി കഴിഞ്ഞാൽ അവളെ ഭയങ്കര പേടിയായിരുന്നു എനിക്കെപ്പോഴും പേടിയാണ്. പക്ഷെ ചൈൽഡ് ആർട്ടിസ്റ്റ് അവൾ വലുതായി വന്ന് ഇനിയിപ്പോൾ ഞാൻ നടക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ് ഞാൻ വിട്ട സമയത്താണ് ഇങ്ങനെ ഉണ്ണേട്ടനെ വിളിക്കണതും ഇങ്ങനെ പറയണതും. നക്ഷത്രങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ പടം എടുക്കുന്നുണ്ട്, ഹരിഹരനാണ്. പിന്നെ ഹരിഹരൻ വരുന്നു, കാണുന്നു, സംസാരിക്കുന്നു. അപ്പോൾ അവൾ ദേഷ്യപ്പെട്ടിരിക്കുന്നു. അവൾ പറഞ്ഞു എനിക്ക് സ്കൂളിൽ പോകാണ്ട്. ഞാൻ സ്കൂളിൽ പോണ കുട്ടീനെ പിടിച്ചുകൊണ്ട് വരാണ്. അവൾ ഓടുക സ്കൂളിലേക്ക്, ഞാൻ പോയി പിടിച്ചുകൊണ്ട് പോകണം. നല്ല കുട്ടിയല്ല, നമ്മുടെ പൊന്നു മോളല്ല. അയ്യോ ഹരിഹരൻ ഡയറക്ടർ വരുന്നുണ്ട്. എനിക്കൊന്നും പറ്റില്ല, എനിക്കിപ്പോൾ ഇവിടെ ക്ലാസ് ഉണ്ട്, എനിക്ക് പരീക്ഷ വരണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ഞാൻ നല്ല കുട്ടിയല്ലേ, പിന്നെ കുറച്ചും കൂടി പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ കേൾക്കും. എനിക്ക് എൻ്റെ കണ്ണിലൊക്കെ വെള്ളം നിറച്ച് ഞാൻ കാണിക്കും. കൂട്ടാ പാവല്ലേ അമ്മ എന്നൊക്കെ പറയാൻ ഞാൻ പറയും. അപ്പോൾ അച്ഛമ്മന്ന് പറയും ഞാൻ നിന്നെ കൊണ്ടാക്കാം സ്കൂളിൽ മോളെ എന്ന് പറയും. എന്നിട്ട് വന്നിട്ട് ആ ഡ്രസ്സ് മാറ്റിയിരിക്കുമ്പോഴാണ് ഹരിഹരൻ കയറിയത്. ഹരിഹരൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇവളിവിടെ മുഖം കാണിച്ച് പിന്നീട് പറഞ്ഞു അദ്ദേഹം, ഇപ്പോഴും ഓർമ്മയാണ് ഞാൻ കയറി വന്നപ്പോൾ ഉണ്ട് അന്ന് നിലത്ത് ഇങ്ങനെ കുത്തിരിക്കുന്ന ഒരാൾ ദേഷ്യം പിടിച്ചിട്ട് ഒരു ചുരിദാരൊക്കെ ഇട്ടിട്ട്. അപ്പം ഇതാണ് എൻ്റെ ക്യാരക്ടർ, ഇതാണ് എൻ്റെ ഗൗരി എന്ന് എനിക്ക് അപ്പം തോന്നിയിട്ടുണ്ടെന്ന് അങ്ങനെ പറഞ്ഞു. സ്റ്റേജിൽ വന്നിട്ട് എനിക്ക് കാരണം അത്ര ശരിക്കും ഉണ്ടല്ലോ ആ ഒരു സംഭവം തന്നെ. ആ ദേഷ്യമൊക്കെ പിടിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് ഇവിടെ വാ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഭയങ്കര സന്തോഷമായി, പിന്നെ ഭയങ്കര കൂട്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അന്ന് അച്ഛൻ്റെ പിറന്നാളായിരുന്നു അവിടെ. അപ്പം അച്ഛൻ്റെ പിറന്നാളാണ്, ഊണ് വെച്ചിട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ സദ്യ കൊണ്ട് വലിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ് അവിടെ അവിടെ തന്നെ ഫോട്ടോസ് എടുത്തിട്ട് പോയി. ഷൂട്ട് തുടങ്ങിയ സമയത്തൊക്കെ, അതായത് നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് 13 വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ബേബി ഹൈറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ ഇമ്മച്യൂർ ആയിരിക്കും. അവരുടെ ചിന്തകളിലും ഭയങ്കര ഇൻസെക്യൂർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ടീനേജ് കൂടി ആയതുകൊണ്ട് കൺസേൺസ് കൂടുതലായിരിക്കും. അപ്പോൾ
മൊത്തത്തിലൊരു പ്രൊഫഷണൽ സെറ്റപ്പിലേക്ക് വരികയാണ്. ബാക്കി എല്ലാവരും ഈ പ്രായമുള്ള ആൾക്കാരാണ്. അഡൾട്ട്സിൻ്റെ കൂടെ ഈ കുഞ്ഞു കുട്ടിയെ ശരിക്കും പറഞ്ഞൊരു വലിയ ക്യാരക്ടറായിട്ടാണല്ലോ കാണിക്കുന്നത്, കുറച്ചും കൂടെ പ്രായമുള്ളൊരു കുട്ടിയായിട്ടല്ലേ കാണിക്കുന്നത്. അപ്പം ആ ഒരു പ്രൊഫഷണലിസം പുള്ളിക്കാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവള് പ്രൊഫഷണൽസ് ആണ്, അവൾക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. ഹരിഹരനൊരു കാര്യം പറഞ്ഞുള്ളൂ, മോളെ നീ അഭിനയിക്കുക. അങ്കിൾ ഞാൻ അഭിനയിക്കാനോ ഒന്ന് ചോദിച്ച കളിയൊക്കെ, ഞാൻ അഭിനയിക്കാനോ? അങ്കിൾ നീ ഒന്ന് അഭിനയിക്കണ്ട, നീ ബിഹേവ് ചെയ്താൽ മതി, ഞാൻ പറയും അതുപോലെ നീ ബിഹേവ് ചെയ്യും, നീ ഒന്നും അഭിനയിക്കണ്ട. അപ്പം എന്നാ ശരി ഇതാണ് അഭിനയം അവളൊക്കെ ഉണ്ടായത്. പിന്നെ അവിടെ കൊഞ്ചിച്ച് നടക്കുക ഇവരെല്ലാവരും. പിന്നെ അവൾക്ക് എന്താ, പിന്നെ ചിരി, ബാക്കി മുഴുവനും ചിരിയാ. എപ്പോഴും കളിയാക്കിക്കൊണ്ട് വിനീതയായിട്ട് കളിയാക്കും, പപ്പു അങ്ങനെ പിന്നെ അവരൊക്കെ അങ്ങനെ മോളെ കരുതിയതും ഒരു കൊച്ചു ബാലികയായിട്ട് തന്നെയാണ്. അപ്പൊ അവൾ അത് നിന്ന് അങ്ങോട്ട് അഭിനയിച്ചു. ഷീസ് എ ബോൺ ആർട്ടിസ്റ്റ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇനി സിനിമ എന്താ പറയുക സീരിയസ് കരിയർ ആക്കി എടുക്കാം എന്നുള്ളൊരു ഡിസിഷൻ. സിനിമ സീരിയസ് ആക്കി എടുക്കണം. ഞാനൊരു 5 കൊല്ലം കൂടി, 5 കൊല്ലം ഞാൻ ഇനി സിനിമയായിട്ട്, BA എക്സാം കഴിയാറാണ് ആ സമയമാണല്ലോ. അപ്പോൾ പറഞ്ഞു ഇനി ഞാനൊരു 5 കൊല്ലം സിനിമയിൽ അഭിനയിക്കാം, നോക്കട്ടെ, എന്നിട്ട് ഞാൻ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കാൻ പോകാം. അതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ സിനിമയ്ക്ക് പൈസയ്ക്ക് വേണ്ടിയല്ലല്ലോ ചെയ്തിരിക്കണത്. അപ്പോൾ നമുക്ക് അതിലൊന്നും വലിയ ഇന്നത്തെ ചിന്തിച്ചിട്ടില്ല അതുവരെ. ഞങ്ങൾ രണ്ടുപേരും ഇല്ല, അച്ഛനും ഇല്ല അമ്മയില്ല. ഇവിടെ ഞങ്ങളുടെ കുട്ടി ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ കാണണം, സിനിമയിൽ കാണണം, സ്ക്രീനിൽ കാണണം, ഇങ്ങനെ ആ ഒരു സന്തോഷം അതന്നെ, അതൊരു ഭയങ്കര രസമായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പിന്നെ അവളായിരുന്നു മെയിൻ എൻ്റർടൈനർ ഞങ്ങളുടെ. പിന്നെ ഏട്ടനും കൊണ്ട് കൂടെ, ഏട്ടൻ കുറച്ച് സീരിയസ് ആണ്. ഇവളെ കൂടെ, അവളെ 4 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ ഇവളുടെ ഏട്ടൻ സജിത്ത്. പിന്നെ സജിത്ത് വേണം പിന്നെ ഇവിടെ എന്തെങ്കിലും ഫോട്ടോ എടുപ്പിക്കണമെങ്കിലൊക്കെ കൊണ്ടു നടക്കാനും വരാനും ഒക്കെ. പിന്നെ കാസറ്റ് വെച്ച് കൊടുക്കണം ഡാൻസ് കളിക്കണമെങ്കിലൊക്കെ. അതൊക്കെ ഏട്ടൻ്റെ അത് ചെയ്തേ. പിന്നെ അത് ചിലപ്പോൾ ഈ സാധനമല്ല ഇത് ടേപ്പ്, ചിലപ്പോൾ പിന്നാക്കം പോവും, പിന്നെ ഫോർവേഡ് പോവും. ഭയങ്കര പറയാൻ എന്താ പറയുക, അവളുടെ ചീത്ത മുഴുവൻ ഞാൻ കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു രസകരമാണ്. നല്ല ഇറ്റ് വാസ് എ ഫെന്റാസ്റ്റിക് ലൈഫ്. കുട്ടികളും ഞങ്ങൾ രണ്ടുപേരും ഫുൾ ഉണ്ണേടനും കലാകാരനാണ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആയാൽ ഡാൻസും പാട്ടും ഇത് ഇങ്ങനെ തമാശകൾ, അങ്ങനെ അതിനിടയിൽ സിനിമയും. അതെ, ഈ മോൻഷ ചേച്ചിയുടെ മുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളിത്തമുള്ള മുഖം, അല്ലെങ്കിൽ ഒരു മലയാളി എന്ന് കേൾക്കുമ്പോൾ ശരിക്കുള്ളൊരു മനസ്സിൽ വരുന്നൊരു മുഖമാണ് മോൻഷ ചേച്ചിയുടെ. പക്ഷേ അത്രയും ഒരു മലയാളിത്തം, വളരെ പാവമുള്ളൊരു ഇമേജ് ആണെങ്കിൽ ആൾ നല്ലൊരു കുസൃതി കുട്ടിയാണെന്ന് അമ്മയുടെ ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭയങ്കര കുസൃതി മാത്രമല്ല, അവള് ഭയങ്കര ക്ലവറാണ്. അതിനേക്കാളും മെച്ചോറിറ്റി മനസ്സിൽ നല്ല ക്ലവർ. അങ്ങനെ പെട്ടെന്നൊന്നും അവളുടെ നമ്മൾ വിചാരിക്കുക അവള് കൺവിൻസ്ഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഉള്ളിൽ കറക്റ്റ് ജഡ്ജ്മെന്റ് ഉണ്ടാവും. വളരെ ചെറുപ്പത്തിലെ തന്നെ നന്ന ചെറുപ്പത്തിൽ. അതെൻ്റെ മകനും അങ്ങനെയാ, ഉണ്ണേട്ടനും അങ്ങനെയാ. ഇപ്പോഴും എൻ്റെ മകനോട് ഞാൻ അങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കും ചില പല കാര്യങ്ങൾ. ഞാൻ ഇടയ്ക്ക് ചോദിക്കും, നീ എൻ്റെ അച്ഛനോ എൻ്റെ മകനോ? കാരണം എനിക്ക് അവൻ്റെ ഉപദേശം കേൾക്കാണ്ട് എനിക്ക് പറ്റില്ല, അവനോട് കൺസൾട്ട് ചെയ്യണം എനിക്ക് ഇപ്പോൾ. അങ്ങനെ അങ്ങനെ അമ്മ ഐ ഡോണ്ട് തിങ്ക് അത് നല്ലൊരു സംഭവമായിരിക്കും അമ്മയ്ക്ക് തോന്നുന്നില്ല, വേണ്ട കേട്ടോ എന്ന് പറയും. അല്ലെങ്കിൽ ഗോ ഹെഡ് എന്ന് പറയും. അപ്പം എനിക്ക് ഒരു ധൈര്യമാണ്. ഉണ്ണേട്ടനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നോക്കുക എൻ്റെ മകൻ. അതേമാതിരി മനുഷ്യൻ എൻ്റെ എന്ത് കാര്യം അവളെ തീർച്ചയാക്കും. എന്ത് കാര്യം പറഞ്ഞാൽ അത് വേണോ, പൈസ ചിലവാക്കാൻ സമ്മതിക്കില്ല. എന്തിനാ വെറുതെ ചിലവാക്കുന്നത്? ഞാൻ പിന്നെ ലാസ്റ്റ് മോഹൻലാൽ നൈറ്റിന് പോണ സമയത്ത് ഒരു ഷോപ്പിംഗ് നടത്തി ഒരു 10,000 റുപ്പീസായി മോളുടെ ഷോപ്പിംഗ്. ഞാൻ അന്നത്തെ 10,000 പിന്നെയും പോവാ, അടുത്ത ഷോപ്പ് പോവാ. അമ്മ ഷോപ്പ് ഇട്ട് മതി. എന്താ അത്, അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിക്കുകയാണ്, മതി നിർത്തൂ. അങ്ങനെ നിർത്തി. അല്ല ഞാൻ പിന്നെയും പോയി മേടിച്ചിട്ടുണ്ട്. ഞാനൊരു കണക്ക് നോക്കാണ്ട് ഇങ്ങനെ കുറച്ച് ഇമ്പൾസീവ് ആണ്, കുറച്ചൊരു ഷോപ്പിങ്ങിലല്ല എന്ത് കാര്യത്തിലും, ഫുഡായാലും എല്ലാത്തിലും എനിക്കറിയില്ല, കണക്ക് നോക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. തോന്നുന്ന കാര്യം ഞാൻ ചെയ്യും. ആർക്കായാലും എന്താ ചെയ്യാറില്ല, ഞാൻ പണം നോക്കാറില്ല. എനിക്ക് അങ്ങനെ അങ്ങോട്ട് നടത്തണം, അത്രേ ഉള്ളൂ. പക്ഷെ മോളൊക്കെ ഭയങ്കര ശ്രദ്ധയുണ്ടായിരുന്നു. ലൈഫിനെ പറ്റി ഞാൻ സീരിയസ് ആയിരുന്നു. ഞാൻ ഒട്ടും സീരിയസ് ആയിരുന്നു. ഞാൻ എല്ലാ പണികളും ഇല്ല ലൈഫിൽ ചെയ്തിട്ടുണ്ട്. ഐ വാസ് എൻ ഓൺട്രപ്രനർ. അത് മാത്രമൊന്നുമല്ല, ഐ വാസ് എൻ ഓൺട്രപ്രനർ. ഐ ഹാഡ് പ്രിന്റിംഗ് പ്രസ്, ഐ ഹാഡ് ബൊട്ടീക്ക്. ഞാൻ ഫാഷൻ ഡിസൈൻ പഠിച്ചിട്ടുണ്ട്. ഐ വാസ് ഡിസൈനിങ്
ഇതൊക്കെ മനുഷ്യ പോയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ വേറെയും പഠിച്ചിട്ടുണ്ടായി. അതുവരെ ഐ ഹാഡ് ലോട്ട് ഓഫ് അതർ തിങ്സ്. ഐ വാസ് എക്സ്പോർട്ടിങ്. ഇപ്പൊ ചെയ്യുന്നുണ്ടോ ഇതൊക്കെ? മോള് പോയതിന് പിന്നെ എല്ലാം ഞാൻ ഒരുവിധം നിർത്തി. വെറും ഡാൻസ് ക്ലാസ് മാത്രമായി. പിന്നെ ഐ ഗോ ഫോർ ടോക്ക്. എല്ലാവരും വിളിക്കുമ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂ. ഇപ്പോൾ ഓരോന്നുണ്ടല്ലോ, ഇനോഗ്രേഷന് അതിനൊക്കെ പോകുമ്പോൾ ഓരോരോ പരിപാടിക്കൊക്കെ വിളിക്കുമ്പോൾ ഐ ജസ്റ്റ് ഗോ ഫോർ എ മോട്ടിവേഷൻ, ഒരു ടോക്ക്. അതെല്ലാവർക്കും വേണം. പലരും എന്നെ വിളിക്കും. ഫാദേഴ്സിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ വരെ അടുത്തൊക്കെ എന്നെ വിളിക്കാറുണ്ട്. ഡിപ്രഷനൊക്കെ പലർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഓവർകം ചെയ്തത് എന്നുള്ള എനിക്ക് ഈ വിഷമമുള്ള കാര്യമാണ്. കാരണം പറയുമ്പോൾ എനിക്ക് പോലും, അതായത് 92-ൽ എനിക്ക് 7-8 വയസ്സുള്ള പ്രായത്തിൽ കേട്ട വാർത്തയാണ്. പക്ഷെ അന്ന് എൻ്റെ മനസ്സിൽ പതിഞ്ഞ കാര്യമാണ്. ആ ചെറിയ കുട്ടിയുടെ മനസ്സിൽ പോലും പറഞ്ഞു. ഇന്നും ചേർത്തല വഴി പോകുന്ന സമയത്ത് ഒരു വിഷമത്തോടുകൂടി പേടിയോടുകൂടി ഓർക്കും. അത് ഓർക്കാതെ ആ സ്ഥലം കടന്നു പോകാറില്ല. അങ്ങനെ ഓരോ മലയാളിക്കും, എല്ലാ മലയാളികളും ഓർക്കുന്നൊരു വിഷയമാണ് ഉണ്ടായത്. കാരണം അത്രത്തോളം മനസ്സിലുണ്ടായിരുന്നൊരു വ്യക്തിയാണ്, അത്രയും സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയാണ്. അപ്പം അമ്മേനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മകളാണ്. ലൈഫിലെ ഏറ്റവും വലിയ ലോസ് ഉണ്ടായ സിറ്റുവേഷനാണ്. എനിക്ക് അതിനെപ്പറ്റി ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബട്ട് അമ്മ വളരെ പോസിറ്റീവായിട്ട് അതിനെപ്പറ്റി പറയാറുള്ളത് കൊണ്ടാണ്. അതെ, ഞാൻ ഒരു കാര്യം പറയില്ല. നമ്മൾ ഒരു പ്രോവേബില്ലേ, ഭാര്യ ദുഃഖം പുനർഭാര്യ, പുത്ര ദുഃഖം ദിനേ ദിനേ എന്നാണ്. അതെ, എന്നും എന്നും ഉണ്ടാവും. പുത്രദുഃഖം, പുത്രൻ എന്നാൽ പുത്രിക്കല്ല, പുത്രൻ എന്നല്ലേ പറയാം. അപ്പോൾ ഭാര്യ ദുഃഖം പുനർഭാര്യ, ഒരു ഭർത്താവോ വാച്ച് വെച്ചാൽ അവർ വീണ്ടും കല്യാണം കഴിക്കാം. അതൊരു കർമ്മബന്ധമാണ്. ഉത്തരദിക്കം എന്ന് പറഞ്ഞാൽ പോവില്ല, അത് മനസ്സൊന്നും പോവില്ലല്ലോ, അതങ്ങനെ ഉണ്ടാവും. പക്ഷെ ഞാൻ അതിനെ എൻ്റെ ജീവനാക്കി മാറ്റി. ജീവിതമല്ല, ഞാൻ എൻ്റെ ജീവനാക്കി മാറ്റിയത്. എൻ്റെ ശ്വാസോച്ഛ്വാസം അതാക്കി മാറ്റി. ആ ദുഃഖം മനുഷ്യൻ എനിക്ക് തന്നത് 20 കൊല്ലം കൊണ്ട് എനിക്ക് വേണ്ടത്ത എല്ലാ പോസിറ്റീവ് സൈഡ് എടുത്ത് എനിക്ക് വേണ്ട എല്ലാം ചെയ്തു തന്നില്ലേ. അഭിനയിക്കണോ, ഡാൻസ് ചെയ്യണോ, പിന്നെ എന്തൊക്കെ ഞാൻ ആഗ്രഹിച്ചോ അതുപോലെ ജോളിയായിട്ട് ഞാൻ തന്നെ ആയിരുന്നു ആ കുട്ടി. ഷീ വാസ് മൈ റിഫ്ലക്ഷൻ. അപ്പം ഞാൻ എൻ്റെ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ എൻ്റെ പ്രതിബിംബം, ആ കണ്ണാടി പൊട്ടി, പ്രതിബിംബം എവിടെ പോവും? ഇങ്ങടന്നെ വരില്ലേ, നമ്മുടെ ഉള്ളിൽ തന്നെ അതുണ്ട് അല്ലേ. അപ്പം ഞാനതായി മാറി. പിന്നെ അത് മാത്രമല്ല, നിങ്ങളെ മാറിയത് എപ്പോഴും നിങ്ങളെ കൊച്ചുകുട്ടികൾ അവർ വരെ ഇപ്പോഴും എന്നോട് വന്ന് കണ്ണിൽ വെള്ളം പറഞ്ഞ് സങ്കടം പറയണം. ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളെപ്പോഴാണ് ജനിച്ച്? ഞാൻ എന്നോട് ചോദിക്കും എൻ്റെ അടുത്ത്, എനിക്ക് ഓട്ടോഗ്രാഫ് വേണം, എൻ്റെ മോനിഷി ചേച്ചിയുടെ അമ്മയല്ലേ. ഞാൻ മോളെ എത്ര വയസ്സായി, അല്ലെ മോനെ എത്ര വയസ്സായി? അപ്പം ഞാൻ 25. ഞാൻ പറഞ്ഞു, മോനിഷ പോയിട്ട് കൊല്ലത്രേ? 31 കൊല്ലം 32 കൊല്ലമായില്ലേ. അല്ല, അറിയാലോ ഞങ്ങൾക്ക്. ഞാൻ പറയാം, ഞങ്ങളുടെ ക്രൂവിൽ തന്നെ 2000-ലൊക്കെ ജനിച്ച ആൾക്കാരൊക്കെയാണ്, 2000-ന് ശേഷം ജനിച്ച ആൾക്കാർ. ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാം. ഞങ്ങളിപ്പോൾ 92-ൽ പോയതാണ്. ഇന്നും ഷീ സ്റ്റിൽ സോ അലൈവ്. അതാണ്. അപ്പം എനിക്കറിയാം അതങ്ങനെ ആ ഒരു കടാത്ത ദീപമായിട്ട് ഇങ്ങനെ. അപ്പോൾ അതാണ് പറയുന്നത് പലരും എന്നോട്. അതായത് ശ്രീദേവി കാരണമാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഒനിഷ ഈസ് ലിവിങ് ത്രൂ യു. അതെ, ഞാൻ അവർക്ക് അറിയാലോ, അവരോട് ചോദിക്കാൻ വന്ന് ചോദിക്കാലോ അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ അത്രയൊന്നും ചിന്തിക്കാറില്ല. പിന്നെ ഐ ടെൽ ദം ദ റിയാലിറ്റി ഇൻ ലൈഫ് ഈസ് ഓൺലി ഡെത്ത്. മരണം മാത്രമേ ഉള്ളൂ ശരിക്ക് യാഥാർത്ഥ്യം. ബാക്കിയൊന്നും ഒക്കെ മായയാണ്. ബാക്കി മുഴുവനും മായയാണ്. കാരണം എന്നെ എൻ്റെ ആ ഭഗവത്ഗീത, സ്ക്രിപ്റ്റേഴ്സ്, വേദാന്ത, ഉപനിഷത്സ് ഒക്കെ പഠിപ്പിച്ചു മോള് പോയതിൻ്റെ ശേഷം. അതൊക്കെയാണ് എനിക്ക് ഈ കോർപ്പറേറ്റ് ലെവലിലേക്ക് പറ്റിയ സംഭവങ്ങളാണ്. മോട്ടിവേഷൻ, ഇതൊക്കെ ഈ ഭഗവത്ഗീതയിലൊക്കെ ബുദ്ധിമുട്ടാണ്. അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഞാൻ ഈശ്വരനെയൊക്കെ കൃഷ്ണനെയൊക്കെ ഇവരൊക്കെ പിടിച്ച് കുറച്ച് തറഞ്ഞിട്ടുണ്ട്. വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന വിശ്വാസം നഷ്ടപ്പെട്ടില്ല. ഉണ്ണേട്ടന് വിശ്വാസം നഷ്ടപ്പെട്ടു. ബാക്കി എല്ലാവർക്കും എൻ്റെ വീട്ടിൽ ഇവരെ മകനൊക്കെ എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടില്ല. അതെങ്ങനെയാണ് വിശ്വാസം നഷ്ടപ്പെട്ടാൽ അങ്ങനെ ജീവിക്കും? എനിക്ക് മനുഷ്യയുടെ ഊർജം അത് എന്നിൽ ജീവിപ്പിക്കണ്ടേ ഞാൻ? അപ്പം ഞാൻ വിശ്വാസം പോയാൽ എവിടെ പോകും? അപ്പം എൻ്റെ കൂടെ എൻ്റെ ഭഗവാനുണ്ട്.
ഈസ് കൺട്രോളിങ് മീ. എനിക്കെല്ലാം എന്താ പറയണത്, ഈ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ആക്സിഡൻ്റാണ് ഉണ്ടായത്? ഞാൻ അങ്ങനെ നീട്ടി നിൽക്കാൻ പറ്റുമോ എനിക്ക്? എൻ്റെ കഴുത്തൊന്ന് ഒന്ന് ആലോചിച്ചു നോക്കി, എവിടെയെങ്കിലും ഒന്ന് പൊട്ടിയാൽ പോരെ, തണ്ടലിലവിടെ ഒന്ന് പൊട്ടിയാൽ പോരെ, ഇത്രയും അല്ലേ ഫൈറ്റൽ ആക്സിഡൻറ്റിൽ. അപ്പം ഞാൻ എന്താ വിശ്വസിക്കാതിരിക്കണ്ടേ? എന്നോട് എൻ്റെ ഡോക്ടർ ചോദിച്ചു, വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി? ഇങ്ങനെ ജീവിച്ച് പോകണോ അതോ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് കിടക്കണമായിരുന്നോ നിങ്ങൾ രണ്ടുപേരും? അത് അപ്പോഴെനിക്ക് മനസ്സിലായി. അപ്പോൾ ആ വിശ്വാസമാണ് ശരിക്കും പണ്ടത്തെ ഒരു വാക്കിനല്ലേ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന്. അപ്പോൾ ആ വിശ്വാസം എന്തിലായാലും കുഴപ്പമില്ല. എനിക്ക് എല്ലാ ലോകത്ത് യൂണിവേഴ്സിലുള്ള എല്ലാത്തും കൂടി ഒരു ഓൾമൈറ്റി എന്ന് ഞാൻ പറയുന്നത്, ആ പവർ. പിന്നെ നമുക്ക് മനുഷ്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവളെന്നെ കുറേ പഠിപ്പിച്ചിട്ടാണ് പോയെ. അതൊക്കെ ഞാൻ പ്രാക്ടിക്കലാക്കി. ഏറ്റവും വലിയ വേദാന്തം ഒന്നും അറിയാത്ത കുട്ടി, കോൺവെൻറ്റ് പഠിക്കുന്ന കുട്ടിയാണ്. എന്താ പറഞ്ഞത്? മാ, എവറിത്തിങ് ഈസ് എ ഡെസ്റ്റിനി. ഇഫ് ഇറ്റ് ഇസ് ഫോർ യു ഇറ്റ്സ് ഫോർ യു, ഇറ്റ്സ് ഫോർ മീ ഇറ്റ്സ് ഫോർ മീ. എന്തോ നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ആരോ എന്തോ കമൻറ്റ് ചെയ്തു മനുഷ്യക്ക് നാഷണൽ അവാർഡോ എന്ന് പറഞ്ഞു. ഞാൻ പേര് പറയുന്നില്ല, വേറെ വളരെ സീനിയറായിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. അത് പേപ്പറിലാണ്, മലയാള പേപ്പറിലാണ് വന്നത്. ഓ മനുഷ്യക്ക് എന്താ അതിന് മാത്രം നാഷണൽ അവാർഡ് കിട്ടുക? അവർക്ക് കിട്ടിയിട്ടില്ല. അവർ പിന്നെ വളരെ മുമ്പുള്ള ആക്ട്രസ്സാണ്, ഇപ്പോഴും ഉണ്ട് അവർ. പക്ഷേ അതെനിക്ക് എൻ്റെ മകനൊക്കെ ഇപ്പോഴും മനസ്സിൽ വലിയ വിഷമമാണ് അവരുടെ ആ കമൻറ്റ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ മോള് ചിരിക്കുക. ഞാൻ എന്താ നീ ചിരിക്കണം? ഇറ്റ്സ് ഓൾ ഡെസ്റ്റിനി അമ്മ. ഇഫ് ഇറ്റ് ഈസ് ഫോർ യു ഇറ്റ്സ് ഫോർ യു, ഇറ്റ്സ് ഫോർ മീ ഇറ്റ്സ് ഫോർ മീ. അത്രയേ ഉള്ളൂ. നമുക്ക് അർഹിക്കുന്നത് നമുക്ക് നമ്മളിലേക്ക് തന്നെ എത്തും. നമുക്കേ കിട്ടൂ. അമ്മയ്ക്ക് വിചാരിച്ചാൽ എനിക്ക് കിട്ടില്ല, അമ്മയുടെ കാര്യം എനിക്ക് വിചാരിച്ചാൽ എനിക്ക് കിട്ടില്ല. ദാറ്റ് ഇസ് സിമ്പിൾ, വളരെ സിമ്പിൾ. മനുഷ്യ ചേച്ചി നമ്മളെ വിട്ടുപോയത് 21-ാം വയസ്സിലാണ്. അപ്പോൾ അതിലും ചെറിയ പ്രായത്തിൽ ഈ അവാർഡ് കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ 14 വയസ്സുള്ള കുട്ടിയാണ് ഇത് പറയുന്നത്. ആ ഒരു പ്രായത്തിൽ ഇത്രയും തിരിച്ചറിവ് അത് വരണമെന്ന് എനിക്കറിയില്ല. അവസാനം അത് തന്നെയല്ലേ പറഞ്ഞ അമ്മ, ലൈഫ് ഈസ് വൺസ്. അധികം ഇംഗ്ലീഷിലാണ് പറയാ, ഫ്ലുവൻ്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ. എന്നെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അമ്മ ലൈഫ് ഈസ് വൺസ്. എന്നോട് പോണേൻ്റെ തലേ ദിവസം പറയട്ടല്ലോ, ലൈഫ് ഈസ് വൺസ്. യു എൻജോയ്, യു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്, എൻജോയ് യുവർ ലൈഫ്. ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഭക്ഷണം തിന്ന് കുടിച്ച് സന്തോഷിച്ച് ബി ഹാപ്പി. ഡോണ്ട് ഹാം എനി വൺ നോയിങ്ലി. അതെങ്ങനെ വാക്ക് പറയണ? ആരെയും അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കരുത്. എന്നാൽ അറിയാതെ ഉപദ്രവിച്ചു പോയാൽ ഫൊഗറ്റ് ഇറ്റ്. അല്ലെങ്കിൽ നമ്മൾ ഗിൽറ്റി ആയിട്ട് പിന്നെയും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇത്ര വലിയ. അപ്പം ഞാൻ ചോദിച്ചു, ഓങ്കാരപ്പൊരുളെ, നീ സുബ്രഹ്മണ്യനാണോ ശിവനാണോ പറഞ്ഞു തരണത്? എന്താണ് ജീവിതത്തിൻ്റെ ഫിലോസഫി എന്ന് വെച്ച് ഞാൻ കളിയാക്കി. അപ്പൻ്റെ അടുത്ത് നടന്നത്, യു ഡോണ്ട് നോ ഹു ഐ ആം മുനീഷ. ലാസ്റ്റ് പറഞ്ഞതാ, ഞാൻ ആരാന്ന് അമ്മയ്ക്ക് അറിയില്ല, ഐ മുനീഷ. ഞാൻ ഓ പിന്നെ മൂകാംബികയുടെ റേസ് ഇങ്ങനെ വന്നിരിക്കുകയല്ലേ ചോദിച്ചു. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞു. അപ്പോൾ അതൊരു വലിയൊരു പാഠമായിരുന്നു എനിക്ക്. ലൈഫ് ഈസ് വൺസ്, ഒരിക്കലേ ജീവിതമുള്ളൂ. സന്തോഷമായിട്ട് ജീവിച്ചോളാം, ആരെയും അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കണ്ട. എന്നോട് എന്തിനതൊക്കെ പറയണ? ഞാൻ അവളുടെ അമ്മയല്ലേ, മകളൊന്നും അല്ലല്ലോ. പിന്നീട് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴാണ്. അപ്പം തമാശയൊക്കെ പറഞ്ഞു, ചിരിച്ചു, തമാശ പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞ് കിടന്നുറങ്ങി. രാവിലെ എണീച്ച് പോന്നു. പക്ഷെ ഞാൻ പിന്നെ ആലോചിക്കുമ്പോൾ എന്തിനാ എന്നോടിപ്പോൾ ഇത് പറയുന്നത്? അത് ദൈവത്തിൻ്റെ വാക്കുകളല്ലേ. ട്രൂ. സോ ദാറ്റ് മീൻസ് I will have to live for many years without her. അവളില്ലാണ്ട് ഞാൻ ജീവിക്കണം എന്നുള്ള ഒരു വിധി എനിക്കുണ്ട്. അതിന് ഭഗവാനല്ലേ അത്, ആരായാലും അവരല്ലേ എനിക്ക് എങ്ങനെ കോസ്മിക് ലെവലിൽ നിന്ന് കിട്ടി ആ ഒരു മനുഷ്യയുടെ എന്ന് തന്നെ ആ ഒരു പാഠം. അപ്പം ഞാനത് ഉൾക്കൊള്ളില്ലെങ്കിൽ ഞാൻ അവളോട് ആത്മാർത്ഥതയിലുണ്ടാവില്ല എന്നല്ല എൻ്റെ അർത്ഥം. എനിക്കൊരു ആത്മാർത്ഥത ഇല്ല. അത്രയും കാലം ഞാൻ എൻ്റെ മകളെ സ്നേഹിച്ചതൊക്കെ വെറും ഇതല്ലായിരുന്നു എന്നല്ലേ തോന്നുക. ഞാൻ അങ്ങനെ ഞാൻ എല്ലാവരും തരുന്ന എൻ്റെ പോസിറ്റീവ് സൈഡ് ആക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആളാണ്. OUL The Kenner Show.
മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ പുതിയതായിട്ട് ഒരു ഷോയും കൂടെ നമ്മൾ തുടങ്ങുകയാണ്, ദ കെന്ന ഷോ. നിങ്ങളെ കൂടുകൂടെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമായി കെന്ന ഷോ. കാത്തിരിക്കാം, കാഴ്ചയുടെ കൗതുകം ഉണരും വരെ.